ഇതിനെയൊക്കെ ഉള്ളവനെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് വെച്ചതിന് തന്നെ മുമ്പേ അടിക്കണം. അതാ വേണ്ടത്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകണ്ടിറങ്ങി ഞങ്ങള്. ഇത്രയും ലോങ് യാത്ര ചെയ്യാൻ വന്ന ഡ്രൈവർ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വന്നു. ഇത് ഡിപ്പോയിൽ ആരും ഇല്ല അന്വേഷിക്കാന്. ഗതാഗത മന്ത്രി വിചാരിച്ചാലൊന്നും ഞങ്ങൾ നന്നാവില്ല കേട്ടോ. അല്പമൊന്നും മിനിങ്ങിയില്ലെങ്കിൽ ഈ വണ്ടി കൊല്ലൂർ വരെയൊക്കെ കൊണ്ടുപോകേണ്ടതല്ലേ. രാത്രിയാണ് ഓട്ടം മുഴുവൻ. ഇടയ്ക്കൊക്കെ തട്ടിയാലും സർക്കാരിൻ്റെ അല്ലേ, ഞങ്ങൾക്കെന്താ. എത്ര തല്ലിയാലും ഏത് മന്ത്രി വിചാരിച്ചാലും ഞങ്ങളെ നന്നാക്കാൻ പാടാണേ. കാരണം ഞങ്ങൾ പഠിച്ചതല്ലേ പാടൂ. ഗതാഗത മന്ത്രി വിചാരിച്ചു രാവിലെയാണ് എല്ലാവരും മദ്യപിച്ചിട്ട് ബസ് ഓടിക്കാൻ വരുന്നതെന്ന്. വൈകിട്ട് വന്നാൽ ഒരു പരിശോധനയുമല്ലല്ലോ. ഇതായിരുന്നിരിക്കണം കൊല്ലൂർ മൂകാംബിക്ക് പോയ ബസ്സിലെ ഡ്രൈവറും ചിന്തിച്ചത്. പക്ഷേ യാത്രക്കാരുടെ മഹാഭാഗ്യത്തിന് ഒരു ചെറിയ അപകടത്തിൻ്റെ രൂപത്തിൽ ദൈവം അവരുടെ രക്ഷയ്ക്കെത്തി. അടിച്ച് ലക്കുകെട്ട് ബസ് ഓടിച്ചത് കൊട്ടാരക്കര നിന്നും മൂകാംബിക്കുള്ള ബസ് ഡ്രൈവർ. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ബസ്സിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളതൊക്കെ ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. സന്ധ്യയോടെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ബസ് 1.5 കിലോമീറ്റർ എത്തി MC റോഡിൽ ഒരു കാറിൻ്റെ പിന്നിൽ തട്ടിയതോടെയാണ് ഡ്രൈവറുടെ പണി പാളിയത്. യാത്രക്കാർ തന്നെ കണ്ടുപിടിച്ചു ഡ്രൈവർ പൂക്കുറ്റിയാണെന്ന്. ഈ ഡ്രൈവറുമായി ഇത്രയും ദൂരം പോകാനില്ലെന്ന് യാത്രക്കാർ. ഒടുവിൽ പോലീസ് എത്തി ഡ്രൈവർ സാറിനെ തൂക്കി വണ്ടിയിലിട്ടു. പിന്നെ പുതിയ ഡ്രൈവർ വരണമെങ്കിൽ ബസ് ഡിപ്പോയിൽ പോകണം പോലും. മൂകാംബിക ബസ് തിരികെ 1 കിലോമീറ്റർ അകലെയുള്ള കൊട്ടാരക്കര ഡിപ്പോയിലെത്തിച്ച് പുതിയ ഡ്രൈവറേമാൻ കയറിയിട്ടാണ് യാത്ര തിരിച്ചത്. ജനങ്ങൾ ഭക്തിയോടൊക്കെ അമ്പലത്തിൽ പോകാൻ കയറിയതുകൊണ്ടായിരിക്കും കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ സാധാരണ പോലെ ഒരപകടമായി എവിടെയെങ്കിലും സംഭവിക്കും. കാരണം എന്താണെന്ന് ആരും തിരയുകയുമില്ല. അപ്പം ഒരു കാര്യം ഉറപ്പായി, രാവിലെ മാത്രം പോരാ ഊതിക്കൽ, വൈകിട്ടും വേണം. ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടി നാട്ടുകാരെ മുഴുവൻ ഇല്ലാതാക്കും. അത്രയ്ക്ക് പ്രതിബദ്ധതയൊക്കെ ഈ ജീവനക്കാർക്കുള്ളുവെന്ന് മന്ത്രിയും തിരിച്ചറിഞ്ഞു കാണും. കാരണം സ്വന്തം നാട്ടിൽ കൂടിയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. വണ്ടി യാത്ര ചെയ്യാനായിട്ട് ബുക്ക് ചെയ്ത് പോകാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു കിലോമീറ്റർ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഡ്രൈവർ കൊണ്ട് വണ്ടി തട്ടി. പുള്ളി വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ആരും ചെക്ക് ചെയ്യാനോ എടുക്കാനോ ഒരു മനുഷ്യനും ഇല്ല. ഡീലക്സ് വണ്ടിയാണ് നമുക്ക് ബുക്ക് ചെയ്ത് പൈസ വാങ്ങിച്ചത്. ഇവർ വിട്ട വണ്ടി ഇതാണ്. ഇപ്പം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാണ്ടിറങ്ങി ഞങ്ങൾ. അപ്പോൾ ഈ ഇത്രയും നല്ല ഡീലക്സ് വണ്ടിയാണ് അവർ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 1030 രൂപ ലേബർ കാശും വാങ്ങിച്ചത്. 55 രൂപ വാങ്ങിച്ചതാണ് ഈ വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് അതിൽ ഇത്രയും ലോങ് യാത്ര ചെയ്യാൻ വന്ന ഡ്രൈവർ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വന്നു. ഇത് ഡിപ്പോയിൽ ആരും ഇല്ല അന്വേഷിക്കാൻ. ഇതാണ് ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വെച്ച് അവർ ജീവനും കൊണ്ട് വണ്ടി എടുത്ത് മാറ്റിയത്. ഇതിനെയൊക്കെ ഉള്ളവനെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് വെച്ചതിന് തന്നെ മുമ്പേ അടിക്കണം. അതാ വേണ്ടത്. ഡിപ്പോയിൽ ആൾക്കാർക്ക് ഉത്തരവാദിത്തം ഇല്ല. ആ വണ്ടി ഇതുപോലെ ഒതുക്കിയിട്ടിട്ട് ഇറങ്ങിയതാ. സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇത്രയും കാര്യമാണ്. ഓക്കെ, എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് റിസർവേഷൻ അങ്ങോട്ട് പോകും തോറും റിസർവേഷൻ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടുന്ന് തന്നെ 10-15 പേരുണ്ടായിരുന്നു. ബാക്കി ഇനി അങ്ങോട്ട് പെട്രോൾ അങ്ങോട്ടാണ്. ഇതിനിപ്പോൾ അങ്ങോട്ട് പോകും. സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോകും. ആൾക്കാരെല്ലാം വലയോ. ആണോ? ഓക്കെ ഓക്കെ. ഫോട്ടോ എടുക്കല്ല. വണ്ടി എടുക്കല്ല. അല്ലല്ല